ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാറിൽ നിന്നും പൂപ്പാറയിലേക്കുള്ള ഒരു റോഡ് ട്രിപ്പാണ്. വളരെ മനോഹരമായിട്ടുള്ള തടാകങ്ങളും തേയിലത്തോട്ടങ്ങളും ഇതെല്ലാം നിറഞ്ഞ ഒരു നല്ലൊരു വഴി. ഡ്രൈവിങ്ങിന് ഏറ്റവും പറ്റിയൊരു റൂട്ടായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒട്ടും റിസ്ക് അല്ലാത്ത വീതിയുള്ള ഒരു റോട്ടിൽ കൂടെയാണ് നമ്മൾ ഡ്രൈവിംഗ് ഹരമായിട്ട് എടുത്തിരിക്കുന്ന ആർക്കും ഒന്ന് ഡ്രൈവ് ചെയ്ത് നമുക്കൊരു എൻജോയ് ചെയ്യാവുന്ന ഒരു റൂട്ട് കൂടിയാണത്. ഒരു സൈഡിൽ മലനിരകൾ, ഒരു സൈഡിൽ തേയിലത്തോട്ടങ്ങൾ, അതിലൂടെ ഒഴുകുന്ന ഒരു തടാകം വളരെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കും. അങ്ങനെ പോകുമ്പോൾ കുറേ തേയിലത്തോട്ടങ്ങൾ നമുക്ക് അതിൽ കാണാം. വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന റോഡുകൾ, അതിലെ റൈഡേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. ആർക്കും ഒന്ന് ഡ്രൈവ് ചെയ്യാൻ തോന്നുന്ന ഒരു റോഡ് കൂടിയാണത്. ധാരാളം വ്യൂ പോയിന്റുകളാണ് നമുക്ക് ഈ വഴിക്ക് നമുക്ക് സമ്മാനിക്കുന്നത്. കാരണം നമുക്ക് എല്ലായിടത്തും നിർത്തി നമുക്ക് കാഴ്ച കണ്ട് പോകാനായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എല്ലായിടത്തും നമുക്ക് നിർത്താനുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്, പരിമിതമായിട്ടുള്ള ഗ്യാപ്പുകളുള്ളൂ. പക്ഷേ ചില ഏരിയയിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വണ്ടി നിർത്തി കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും പിക്ചർ എടുക്കാനുള്ള സ്ഥലങ്ങളായിട്ട് നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അവിടേക്ക് ധാരാളം സഞ്ചാരികൾ ഇങ്ങനെ വണ്ടി നിർത്തി ഗ്യാപ്പ് ഇടുന്ന. ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ നമ്മുടെ വാനരപ്പട എത്തി. വാനരപ്പട എത്തി. അത് കുറച്ച് അസന്മാർഗിക കാഴ്ചകൾ തന്നവർ. അങ്ങനെ ഒരു വാനരൻ നമ്മുടെ കാറിൻ്റെ ബോണ്ടിൽ കയറി ഒന്ന് ചാട്ടം തുടങ്ങി. അവൻ എന്തോ കിട്ടുമെന്നുള്ള ധാരണയിലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പറ്റാൻ നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കൈ കൊണ്ടുവന്നപ്പോൾ അത് പെട്ടെന്ന് ചാടി അങ്ങനെ പോയി. അങ്ങനെ മെല്ലെ വന്ന് മിററിൻ്റെ അവിടേക്ക് വന്നു. മിററിൽ കയറി ഇരുന്ന് ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നിങ്ങനെ നോക്കി വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒന്നും കിട്ടില്ല എന്ന് കണ്ടപ്പോൾ അവൻ എഴുന്നേറ്റ് പോയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ വണ്ടി എടുത്ത് അടുത്ത ലൊക്കേഷനിലേക്ക് അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കുറേ മലകളും കാണാം. ഒരു സൈഡ് മലയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സൈഡ് നല്ല പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ പോയ സമയത്ത് നല്ല ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റിലായിരുന്നു നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ധാരാളം വണ്ടികളൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായൊരു ട്രിപ്പായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തൊരു വ്യൂ പോയിൻ്റായ പൂപ്പാറ വെള്ളച്ചാട്ടം എത്തിപ്പെടുന്നത്.